പ്രധാന വാർത്തകൾ. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് നടക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ പങ്കെടുക്കും. ജിയോ ഇന്റലിജൻസ് ശേഖരണത്തിനായി 5 വർഷത്തിനുള്ളിൽ 50 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ISROക്ക് പദ്ധതിയുണ്ടെന്ന് ചെയർമാൻ S. സോമനാഥ്. ശ്രേഷ്ഠ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2500-ലധികം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് റസിഡൻഷ്യൽ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചതായി കേന്ദ്രം. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ തോൽപ്പിച്ചു. ആദ്യ വനിതാ ഏകദിനത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകുന്നേരം 4-ന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇടതുമുന്നണി ധാരണപ്രകാരം ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാരാകുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 1000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് രാജ്ഭവനിൽ ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് നടക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ പങ്കെടുക്കും. രാവിലെ 10:30-ന് മറ്റത്തൂർ പഞ്ചായത്തിലും ഉച്ചയ്ക്ക് 2:30-ന് നെന്മണിക്കര പഞ്ചായത്തിലും നടക്കുന്ന പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. തിരുവനന്തപുരത്ത് പാങ്ങോട്, കല്ലറ പഞ്ചായത്തുകളിലാണ് ഇന്ന് വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ പര്യടനം. കോട്ടയത്ത് വെളിയന്നൂർ, ഉഴവൂർ പഞ്ചായത്തുകളിലും ആലപ്പുഴയിൽ കണ്ടല്ലൂർ, കൃഷ്ണപുരം പഞ്ചായത്തുകളിലും യാത്രയെത്തും. കൊല്ലത്ത് പനയം, തൃക്കരുവ പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തുന്നത്. എറണാകുളം ജില്ലയിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര എടക്കാട് വയൽ, മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തുകളിലാണ്. മലപ്പുറത്ത് പൊന്മള, ഒതുക്കുങ്ങൽ പഞ്ചായത്തുകളിലും കോഴിക്കോട് അഴിയൂർ, ചോറോട് പഞ്ചായത്തുകളിലും യാത്ര ഇന്ന് പര്യടനം നടത്തും. കണ്ണൂരിൽ കൊട്ടിയൂർ, കേളകം, ഇരിട്ടി, ചാവശ്ശേരി ടൌൺ, മട്ടന്നൂർ എന്നിവിടങ്ങളിലും യാത്ര എത്തിച്ചേരും. വികസിത് ഭാരത് സങ്കൽപ് യാത്ര കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ പ്രയാണം നടത്തിയപ്പോൾ മുതിർന്ന കർഷകനും കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താവ് നാണുവിനെ ആദരിച്ചു. നാണു ആകാശവാണിയുടെ പ്രാദേശിക വാർത്തകളോട് അനുഭവങ്ങൾ പങ്കുവച്ചു. കിസാൻ സമ്മാൻ നിധി 15ാമത്തെ ഗഡു എനിക്ക് കിട്ടിയിട്ടുണ്ട്. കർഷകനായ ഞാൻ അത് പരമാവധി കൃഷിയിൽ തന്നെ ചെലവിടുകയും ചെയ്യുന്നുണ്ട്. എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് വളരെ ഒരു ഉപകാരപ്രദമായ, പ്രത്യേകിച്ച് കർഷകർക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു നിധിയാണ് കിസാൻ സമ്മാൻ നിധി. ജിയോ ഇന്റലിജൻസ് ശേഖരണത്തിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ISROയ്ക്ക് പദ്ധതിയുണ്ടെന്ന് ചെയർമാൻ S. സോമനാഥ് അറിയിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ സംഘടിപ്പിക്കുന്ന വാർഷിക ശാസ്ത്ര സാങ്കേതിക പരിപാടിയായ ടെക് ഫെസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയിരക്കണക്കിന് കിലോമീറ്റർ പ്രദേശത്ത് സൈനികരുടെ നീക്കവും ചിത്രങ്ങളും നിരീക്ഷിക്കാൻ കഴിയുന്ന ഉപഗ്രഹങ്ങളുടെ പാളി വിവിധ ഭ്രമണപഥങ്ങളിൽ സൃഷ്ടിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞു. ശക്തമായ രാഷ്ട്രമായി മാറണമെന്ന ഇന്ത്യയുടെ അഭിലാഷം സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഉപഗ്രഹങ്ങൾ മതിയാവില്ലെന്നും ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് വേണ്ടിവരുമെന്നും സോമനാഥ് പറഞ്ഞു. ശ്രേഷ്ഠ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2500-ലധികം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് റസിഡൻഷ്യൽ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചതായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. പട്ടികജാതി വിഭാഗങ്ങളിലെ മിടുക്കരായ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തോടെ റസിഡൻഷ്യൽ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനാണ് കേന്ദ്രം ശ്രേഷ്ഠ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പട്ടികജാതി വിഭാഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനും മൊത്തം വികസനത്തിനും ഇത് ഗുണം ചെയ്യുമെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കേന്ദ്ര സുരക്ഷാ ഏജൻസിയുടെ തലപ്പത്ത് ആഭ്യന്തര മന്ത്രാലയം മാറ്റം വരുത്തി. CRPFന്റെ ഡയറക്ടർ ജനറലായി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മേധാവി അനീഷ് ദയാൽ സിംഗിനെ നിയമിച്ചു. മണിപ്പൂർ കേഡറിലെ 1988 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ രാഹുൽ രാസ്ഗോത്രയാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ പുതിയ ഡയറക്ടർ ജനറൽ. ഇദ്ദേഹവും മണിപ്പൂർ കേഡറിലെ 1989 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. CISFലെ സ്പെഷ്യൽ ഡയറക്ടർ ജനറലായ നീന സിംഗിനെ CISF മേധാവിയായി നിയമിച്ചു. രാജസ്ഥാൻ കേഡറിലെ 1989 ബാച്ച് IPS ഉദ്യോഗസ്ഥയായ നീന സിംഗ് ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ്. വിവേക് ശ്രീവാസ്തവയെ ഫയർ സർവീസ്, സിവിൽ ഡിഫൻസ്, ഹോംഗാർഡ്സ് ഡയറക്ടർ ജനറലായും ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചു. കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ജാതി അടിസ്ഥാനമാക്കി സെൻസസ് നടത്തുമെന്ന് പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിലെ സൌത്ത് നാഗ്പൂരിൽ നടന്ന ഞങ്ങൾ തയ്യാറാണ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ മേഖലകളിലും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ എണ്ണം വളരെ കുറവാണെന്നും ജാതി അടിസ്ഥാനമാക്കി സെൻസസ് ഇതിന് അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലവിലെ നയങ്ങളെ വിമർശിച്ച രാഹുൽ ഗാന്ധി രാജ്യത്ത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത്
നിയമിക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലെന്നും പ്രത്യയശാസ്ത്രവുമായി അവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും പറഞ്ഞു. ബിജെപിയെ വിമർശിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പത്തിലും തൊഴിലില്ലായ്മയിലും കേന്ദ്ര ഗവൺമെന്റ് മൌനം പാലിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ദേശീയ നേതാക്കളും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും റാലിയിൽ പങ്കെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 4 ദിവസമായി നടന്നുവന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 3ാം സീസൺ ഇന്ന് സമാപിക്കും. കഴിഞ്ഞ 2 സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി 3ാം സീസൺ ബേപ്പൂർ, ചാലിയം, നല്ലൂർ എന്നിവിടങ്ങളിലാണ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബീച്ചിൽ കലാ സാംസ്കാരിക പരിപാടികളും നടത്തി. ഡെസ്ക് റിപ്പോർട്ട്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ബേപ്പൂരിലെത്തിയ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ സന്ദർശിക്കാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വൻ ജനക്കൂട്ടമാണ് എത്തിയത്. INS കബ്ര, ICGS ആര്യമാൻ കപ്പലുകൾ 5000-ഓളം പേർ സന്ദർശിച്ചു. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം തീരദേശ സുരക്ഷ ശക്തമാക്കാനായി നിർമ്മിച്ചതാണ് വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്കിംഗ് കപ്പലായ നാവികസേനയുടെ കബ്ര. തീരദേശ പട്രോളിംഗിനും സുരക്ഷയ്ക്കുമായി ഉപയോഗിക്കുന്ന കപ്പലാണ് കോസ്റ്റ് ഗാർഡിന്റെ ആര്യമാൻ. ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയായിരിക്കും പൊതുജനങ്ങൾക്ക് കപ്പൽ സന്ദർശിക്കാൻ അവസരം. അതിനുശേഷം വൈകിട്ട് ICGS ആര്യമാൻ ബേപ്പൂർ പുലിമൂട്ടിന് പുറത്ത് നങ്കൂരമിട്ട ശേഷം ദീപാലങ്കാരവും ഫ്ലയേഴ്സും ഫയറിംഗും നടത്തും. കായിക രംഗത്തെ മികച്ച മുന്നേറ്റം ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കായിക മഹോത്സവത്തിന് തുടക്കമായി. കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ നിലവാരത്തിൽ കായിക താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ ജില്ലയിലും കായിക മഹോത്സവം നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കായിക മേഖലയുടെ മുന്നേറ്റത്തിന് പഞ്ചായത്ത് തലം മുതൽ വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അബ്ദുറഹിമാൻ അറിയിച്ചു. വ്യത്യസ്ത കായിക ഇനങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, ജില്ലയിലെ കായിക മേഖലയിൽ മുന്നേറ്റം നടത്തുക എന്നിവ ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടി മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ എന്നിവിടങ്ങളിലാണ് സംഘടിപ്പിക്കുന്നത്. ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 1 ഇന്നിംഗ്സിനും 32 റൺസിനും തോൽപ്പിച്ചു. ഇതോടെ 2 ടെസ്റ്റ് മത്സരങ്ങളിൽ ആദ്യത്തേത് ജയിച്ച ദക്ഷിണാഫ്രിക്ക മുന്നിലെത്തി. സെഞ്ചുറിയനിൽ 3ാം ദിവസമായ ഇന്നലെ 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 131 റൺസിന് പുറത്തായി. ആദ്യ ഇന്നിംഗ്സിൽ 408 റൺസെടുത്ത ദക്ഷിണാഫ്രിക്ക 163 റൺസിന്റെ ലീഡ് നേടിയിരുന്നു. ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 245 റൺസിന് പുറത്തായി. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് പരാജയം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് ഓസീസ് ഇന്ത്യയെ തോൽപ്പിച്ച 283 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 46.3 ഓവറിൽ 4 വിക്കറ്റിന് 285 റൺസെടുത്തു. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റിക്ക് ജയം. മുംബൈ ഫുട്ബോൾ അരീനയിൽ എതിരില്ലാത്ത 3 ഗോളിന് ചെന്നൈ FCയെയാണ് അവർ പരാജയപ്പെടുത്തിയത്. തമിഴ്നാടിനും DMDK നേതാവുമായ വിജയകാന്തിന്റെ സംസ്കാരം വൈകിട്ട് 4:45 ചെന്നൈ കോയമ്പേട്ടിലെ പാർട്ടി ആസ്ഥാനത്ത് ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. രാവിലെ 6 മുതൽ ഐലന്റ് ഗ്രൌണ്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചുവരുന്നു. ശ്വസന സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ പുലർച്ചെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു വിജയകാന്തിന്റെ അന്ത്യം. അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. നാടകകൃത്തും സംവിധായകനും നടനുമായ പ്രശാന്ത് നാരായണന്റെ സംസ്കാരം വൈകിട്ട് 3:30 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. രാവിലെ 10 മുതൽ 1 മണിവരെ നന്ദൻകോട് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിലും തുടർന്ന് സഹോദരന്റെ വസതിയിലും പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും സംസ്കാരം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ തിരുവനന്തപുരത്താണ് പ്രശാന്ത് നാരായണൻ അന്തരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എല്ലാ സീറ്റിലും വിജയിക്കുക എന്നതാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFനെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നതാണ് CPIയുടെ ലക്ഷ്യമെന്നും ബിനോയ് വിശ്വം അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളം മേഖലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതലമുറയ്ക്ക് ആവശ്യമായ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് പദ്ധതി തയ്യാറാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. ആറളം മേഖലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. പ്രധാന വാർത്തകൾ വീണ്ടും. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് നടക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖുബ പങ്കെടുക്കും. ജിയോ ഇന്റലിജൻസ് ശേഖരണത്തിനായി 5 വർഷത്തിനുള്ളിൽ 50 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ISROയ്ക്ക് പദ്ധതിയുണ്ടെന്ന് ചെയർമാൻ S. സോമനാഥ്. ശ്രേഷ്ഠ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2500-ലധികം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചതായി കേന്ദ്രം. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ തോൽപ്പിച്ചു. ആദ്യ വനിതാ ഏകദിനത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.